മാർച്ച് 31 മുമ്പ് ചെയ്യേണ്ട 10 പ്രധാന സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോ? അറിയില്ലേ? ഞാൻ പറഞ്ഞു തരാം. പെട്ടെന്ന് ചെയ്തോ അല്ലെങ്കിൽ ടാക്സ് കട്ട് ആകും. പിന്നെ വേറെ പൊല്ലാപ്പുകളും. 2025-26 സാമ്പത്തിക വർഷം മാർച്ച് 31 അവസാനിക്കാനിരിക്കെ നികുതിദായകർക്ക് നിർണായകമായ ചില കാര്യങ്ങൾ പൂർത്തിയാക്കാൻ വളരെ കുറച്ച് സമയം മാത്രമാണ് ഉള്ളത്. ഈ സമയത്ത് നിങ്ങളുടെ നികുതി സ്ഥിതിയും നിക്ഷേപങ്ങളും വീണ്ടും വിലയിരുത്തുന്നത് വളരെ പ്രധാനമാണ്. സമയബന്ധിതമായ നടപടികൾ നികുതി ബാധ്യത കുറയ്ക്കാനും നിയമാനുസൃതമായ കാര്യങ്ങൾ ഉറപ്പാക്കാനും സഹായിക്കും. നികുതി ലാഭ നിക്ഷേപങ്ങൾ പരിശോധിക്കാം. പഴയ നികുതി സംവിധാനം പിന്തുടരുന്നവർക്ക് സെക്ഷൻ 80C പ്രകാരം നികുതി ഇളവ് നേടാൻ PPF, SSA, NPS പോലുള്ള പദ്ധതികളിൽ മാർച്ച് 31 മുമ്പ് നിക്ഷേപം പൂർത്തിയാക്കണം. പാൻ കാർഡ് നിയമങ്ങൾക്കുള്ള അവസാന തീയതി മാർച്ച് 31 ഏപ്രിൽ 1 മുതൽ ആധാർ മാത്രം ഉപയോഗിച്ച് പാൻ ലഭ്യമാകില്ല. കുറഞ്ഞ രേഖകളോടെ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ മാർച്ച് 31 മുമ്പ് ചെയ്യണം. ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റും ഫോം 26AS നിങ്ങളുടെ നികുതി ഫയലിംഗിൽ പ്രധാനമാണ്. തെറ്റുകൾ ഒഴിവാക്കാൻ മാർച്ച് 31 മുമ്പ് വിവരങ്ങൾ പരിശോധിക്കുക. ശമ്പളക്കാർ ശ്രദ്ധിക്കാൻ. മാർച്ച് 31 മുമ്പാണ് നിക്ഷേപങ്ങളുടെ തെളിവുകൾ കമ്പനിക്ക് സമർപ്പിക്കേണ്ടത്. ഏതൊക്കെയാണ് അതൊന്ന് നോക്കാം. വാടക കരാർ റെസീറ്റ്, HRA, ഇൻഷുറൻസ് പ്രീമിയം രസീത്, ELSS നിക്ഷേപ രേഖകൾ, PPF രേഖകൾ. ഹോം ലോൺ നികുതി ഇളവ് വേണോ? ലോൺ അടയ്ക്കുന്നവർ ശ്രദ്ധിക്കുക. പ്രിൻസിപ്പൽ സെക്ഷൻ 80C, ഇൻട്രസ്റ്റ് സെക്ഷൻ 24B. ഈ ഇളവുകൾ ലഭിക്കാൻ ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റ് നേടണം. ഇനി ആരോഗ്യകാര്യം. സെക്ഷൻ 80D പ്രകാരം ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയത്തിന് 25,000 രൂപ വരെ നികുതി ഇളവ് ലഭിക്കും. മാർച്ച് 31 മുമ്പ് പ്രീമിയം അടച്ചിരിക്കണം. ITR U ഫയലിംഗ് നോക്കാം. മുൻവർഷ ITRൽ ഇളവുകൾ നഷ്ടപ്പെട്ടവർ അപ്ഡേറ്റഡ് റിട്ടേൺ വഴി മാർച്ച് 31, 2026 തിരുത്താം. വിദേശത്ത് നിന്ന് ലഭിക്കുന്ന വരുമാനം മറച്ചു വയ്ക്കേണ്ട കേട്ടോ. വരുമാനത്തിന്റെ വിവരങ്ങളും അടച്ച നികുതിയും മാർച്ച് 31 അറിയിച്ചോളൂ. ഇനി ക്യാപിറ്റൽ ഗെയിൻ വിലയിരുത്തണം. നിക്ഷേപകർ മാർച്ച് 31 മുമ്പ് ക്യാപിറ്റൽ ഗെയിൻസ്, അതായത് സ്വത്ത് നിക്ഷേപം വഴി ലഭിച്ച നേട്ടങ്ങൾ പരിശോധിച്ച് ശരിയായ നികുതി അടയ്ക്കണം. ഇത് പ്രശ്നങ്ങൾ ഒഴിവാക്കും. ഇനി ചെറിയ സമ്പാദ്യ പദ്ധതികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. 10ാമതായി മിനിമം നിക്ഷേപം ഉറപ്പാക്കുക. പ്രത്യേകിച്ച് PPF, സുകന്യ സമൃദ്ധി, MIS, SCSS പോലുള്ള പദ്ധതികളിൽ ആവശ്യമായ കുറഞ്ഞ തുകയെങ്കിലും നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. സമയം കുറവാണ്. ഇതെല്ലാം ചെയ്ത് സ്വസ്ഥമായിരിക്കൂ.